പ്രശസ്ത എഴുത്തുകാരനും നാടകൃത്തുമായ പ്രൊഫസർ ഓംചേരി എൻ പിള്ള ഡൽഹിയിൽ അന്തരിച്ചു. പതിറ്റാണ്ടുകളോളം നാടകത്തിൻ്റെയും എഴുത്തിൻ്റെയും വായിലൂടെ സഞ്ചരിച്ച ഒരു പ്രതിഭയാണ് വിട ചൊല്ലിയത്. ആ ജീവിതത്തിന് തിരിച്ചിൽ വീഴുമ്പോൾ ബാക്കിയാകുന്നത് മലയാളത്തിൻ്റെ സർഗ്ഗലോകത്തെ ഒരു മഹാപ്രതിഭയുടെ വിടവാങ്ങലിൻ്റെ കഥയാണ്. ഡൽഹി നഗരത്തിന്റെ പ്രിയങ്കരനായ കാരണവർ. മലയാള സാഹിത്യരംഗത്ത് വ്യത്യസ്തമായ ശബ്ദമായിരുന്നു പ്രൊഫസർ ഓംചേരി എൻ പിള്ള. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആസ്വാദകരിലെത്തിക്കാൻ അസാധാരണ പ്രതിഭയുണ്ടായിരുന്നു ഓംചേരിക്ക്. വൈക്കത്തെ മൂത്തേടത്തുകാവെന്ന കൊച്ചു ഗ്രാമത്തിൽ ജനനം. പിതാവ് നാരായണപിള്ള, മാതാവ് പാപ്പിക്കുട്ടിയമ്മ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും മലയാള സാഹിത്യലോകവും പരുവപ്പെടുത്തിയ ബാല്യ കൗമാരങ്ങൾ. ഔദ്യോഗിക പഠനത്തിനു ശേഷം അദ്വൈതാശ്രമത്തിലെ വേദാഭ്യാസം. പഠനകാലത്ത് മന്നത്ത് പത്മനാഭനെ വിമർശിച്ച് സംവിധാനം ചെയ്ത നാടകത്തിന് കിട്ടിയ അംഗീകാരമാണ് മന്നത്തിനൊപ്പം താമസിച്ച് പഠിക്കാനുള്ള അവസരം. 75 വർഷം കൂടെയുണ്ടായിരുന്ന ലീല ഓംചേരി എന്ന പങ്കാളി എന്നും തണലായിരുന്നു. 1951 ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ജീവനക്കാരനായി ഡൽഹിയിലെത്തി. പിന്നീട് പ്രസിദ്ധീകരണ വിഭാഗം എഡിറ്റർ, പ്രചാരണ വിഭാഗം ഉദ്യോഗസ്ഥൻ എന്നീ ചുമതലകൾ വഹിച്ചു. 100-ാം വയസ്സിലും പാതിരാത്രി കടക്കുന്ന വായനകൾ ആ പ്രതിഭയുടെ അടങ്ങാത്ത ആവേശമായിരുന്നു. 1963 എക്സ്പെരിമെന്റൽ തിയേറ്റർ രൂപീകരിച്ചു. ചെരുപ്പ് കടിക്കില്ല എന്ന നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിട്ടുണ്ട്. 1972 പ്രളയം എന്ന നാടകത്തിനും 2010 സമഗ്ര സംഭാവനയ്ക്കും സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആകസ്മികം എന്ന ഓർമ്മക്കുറിപ്പുകൾക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും തേടിയെത്തി. തേവരുടെ ആന, ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു, നാടകവും അരങ്ങും, കള്ളൻ കയറിയ വീട്, ദൈവം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നിവയാണ് മറ്റ് പ്രധാന രചനകൾ. റിസർച്ച് ഡെസ്ക് 24. അദ്ദേഹത്തിന് ഏറ്റവും വിഖ്യാതമായ കൃതിയായിരുന്നു തേവരുടെ ആന. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹം ഡൽഹിയിൽ താമസിച്ചിരുന്നതുകൊണ്ട് ഒരുപാട് കാലമൊന്നും നമുക്ക് അദ്ദേഹവുമായി ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹം കേരളത്തിൽ വരുമ്പോഴൊക്കെ ചില സമയത്തൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില വേദികളിൽ അദ്ദേഹവുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.